കാക്കുച്ചേട്ടൻ എന്താ ഈ പറയുന്നേ? സസ്പെൻഷൻ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? കാക്കുത്തി, ഒരു ഗവൺമെന്റ് ഓഫീസ് ആവുമ്പോ കറപ്ഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ പൊളിറ്റീഷ്യൻസിന്റെ പ്രഷറും. അതിനൊന്നും ഞാൻ നിന്നു കൊടുക്കില്ല. അങ്ങനെയാവുമ്പോ ഈ സസ്പെൻഷനൊക്കെ നിസ്സാര കാര്യമാണ്. കാക്കോത്തി ഇത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. കാക്കുച്ചേട്ടാ, അല്ല എന്തായി അവിടുത്തെ കല്യാണ കാര്യമൊക്കെ? കുഴപ്പമൊന്നുമില്ല, എല്ലാം നടക്കുന്നുണ്ട്. എന്നാ ശരി, കാക്കോത്തി കിടന്നോ, ലേറ്റ് ആയില്ലേ? അല്ല, ആക്സിഡന്റ് ആയ ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? അതോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ശരി അക്കുച്ചേട്ടാ. ശരി, ഗുഡ് നൈറ്റ്. എന്ത് പറഞ്ഞു ചേച്ചി? ശരിയാ, അക്കുച്ചേട്ടന് സസ്പെൻഷനായി. അയ്യോ ആണോ? പാവ അക്കുച്ചേട്ടൻ. അക്കുച്ചേട്ടൻ അതിലൊരു വിഷമമില്ല, ആള് നല്ല ബോൾഡാ, ഒരു കുഴപ്പമില്ല. ഗോവിന്ദാ, ഓ, മുഹൂർത്തത്തിന്റെ സമയം തറവാട്ട് ക്ഷേത്രത്തിൽ കുറിച്ചു കൊടുത്തോ? കൊടുത്തുപാല അന്നത്തെ ദിവസത്തെ സമ്പൂർണ്ണ പൂജയ്ക്കും കൊടുത്തിട്ടുണ്ട്. ആ, അതുപോലെ പാടത്ത് നമ്മുടെ പണിക്കാരെ ആരും വിട്ടുപോരുന്നു. ഗോവിന്ദൻ തന്നെ നേരിട്ട് വീട്ടിൽ പോയി വിളിക്കണം. അതൊക്കെ ഞാൻ വിളിച്ചു പാല. ഇനി ആ സരസ്വതിയുടെയും കമലമ്മയുടെയും വീടുകൂടെ ഉള്ളൂ. ആരെ കാണാൻ വന്ന നമ്മളെ? ബാലൻ മാഷ്. ഞാനാ, കയറി വരും. പതുക്കെ. സർ, എന്റെ പേര് സഞ്ജന. ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇരിക്കും. താങ്ക് യു. ഗോവിന്ദ, ഓ, ഏമയോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ. ഓ, ആ, സാറിന്റെ മകളുടെ കല്യാണം ആയല്ലേ? എന്റെ പെങ്ങളുടെ മകളാ. എന്റെ മകനാ അവളെ കല്യാണം കഴിക്കുന്നത്. സോറി സാർ, ഞാൻ അന്വേഷിച്ചപ്പോ സാറിന്റെ മകളാണെന്നാ പറഞ്ഞത്. ആ, എനിക്ക് അവള് മകള് തന്നെയാ. സർ, ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് കൊച്ചിയില്. കേരളയിലെ എല്ലാ പ്ലേസും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് സർ, കുട്ടനാട്ടിൽ ഫസ്റ്റ് ടൈം ആണ്. എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റീസ്? സാറിന്റെ മിസ്സസ് ആണല്ലേ? ചായ കുടിക്കേ. സോറി, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. സർ, ബ്രൈഡിന്റെ മേക്കപ്പ് ചെയ്യാൻ മാത്രല്ല സർ, 1 വീക്ക് മുന്നേ പെഡിക്യൂർ, മാനിക്യൂർ, ഹെയർ കട്ടിങ് ആൻഡ് സെറ്റിംഗ്, പിന്നെ ഫേഷ്യൽ, അത് ഗോൾഡ്, പപ്പായ, ഹൈഡ്ര, ഇതെല്ലാം നമ്മൾ ബ്രൈഡിന്റെ വീട്ടിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കും. സഞ്ജന, അങ്ങനെയല്ലേ പേര്? ആ അതെ സർ. ആ, സഞ്ജന ഈ പറയുന്നതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അച്ഛാ, അത് കല്യാണത്തിന് മുന്നേ എല്ലാരും ചെയ്യുന്നതാ. നമ്മുടെ ഇവിടെ ഇല്ലെന്ന് മാത്രം. ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരിയൊക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോ ആർക്ക് ചെയ്യാനാ? അരവിന്ദനാ? ബ്രൈഡ് ആൻഡ് ഗ്രൂം രണ്ടുപേർക്കും ചെയ്യാം. ആ, അതിന് അവൻ ഇതൊക്കെ ചെയ്യൂ? കല്യാണമല്ലേ. ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. ശരി, ഞാൻ ചാരുമോളെ വിളിച്ചു പറയാം. നിങ്ങൾ അവളെ കണ്ടാൽ മതി. താങ്ക് യു സർ. ഇത് സഞ്ജന. ചാരുമോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ വന്നതാ. ഇതെന്റെ ഇളയ മകനാ. ഇദ്ദേഹത്തിന്റെ മാരേജ് ആണോ? ഏ അല്ല, മൂത്തയാളുടെ. ഓ, മേക്കപ്പോ? അതിന് ഇവിടെ തന്നെ ഒരുപാട് സ്പാ ഉണ്ടല്ലോ. അതൊന്നും വേണ്ട അച്ഛൻ. കാക്കോത്തിക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. അത് അച്ഛനറിയില്ലേ? അതൊക്കെ ശരിയാ, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ. എപ്പോഴും ഒന്നുമില്ലല്ലോ, സ്പെഷ്യൽ ഒക്കേഷന് എല്ലാരും ചെയ്യണതല്ലേ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? കൊച്ചിന്ന്. ചാരുവിന്റെ കല്യാണമായിന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് പല പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇൻവിറ്റേഷൻ ലെറ്റർ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോ അതിലെ അഡ്രസ് നമുക്ക് അയച്ചു തരും. ഇപ്പൊ ബിസിനസ് പിടിക്കാൻ എന്തെല്ലാം ഐഡിയാസ് അല്ലേ? വേണ്ടച്ച,
നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഏൽപ്പിക്കാം. സാരമില്ലടാ, അവരിവിടെ വരെ അന്വേഷിച്ച് വന്നതല്ലേ. കല്യാണമൊക്കെ ആയിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എക്സാക്ട്ലി സർ. എന്നാ പിന്നെ രഞ്ജന ചാരുവിനെ പോയി കണ്ടോളൂ. താങ്ക് യു സർ. അല്ല, ചാരുവിന് വീട്ടിലേക്കുള്ള വഴി അറിയോ? കാർഡിൽ അഡ്രസ് ഉണ്ടല്ലോ, കാർഡ് നോക്കി കണ്ടുപിടിച്ചോളൂ. ശരിയാ, ഞാൻ അത് മറന്നു. ശരി സർ, താങ്ക് യു. ആ സുഖല്ലേ? ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. 2 മാസമായിട്ടൊരു മർഡർ കേസിന്റെ പിന്നാലെയായിരുന്നു. ആ നീ പറ. കുറച്ച് കാര്യം ഞാൻ ബ്രീഫ് ചെയ്തില്ലേ, ആ ബാബുക്കുട്ടന്റെ മാറ്റർ. ആ എല്ലാ തെളിവുകളും കൂടി അവനെ പൂട്ടിയതാ. പക്ഷെ 4-ാം ദിവസം അവന് ജാമ്യം കിട്ടി. നേരെ വന്നത് എന്റെ ഓഫീസിലേക്കാ. പിന്നെ ഭീഷണി. ഞാനത് കാര്യമാക്കിയില്ല. വീട്ടിൽ വന്ന അച്ഛനടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അളിയന്റെ പ്രോപ്പർട്ടി വരെ അവൻ എങ്ങനെയോ കൈക്കലാക്കി. നിനക്ക് അവനെതിരെ ഒരു എൻക്വയറിക്ക് ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ് കൊടുത്തൂടെ? എനിക്കതിൽ ഒഫീഷ്യലാണ് അന്വേഷിക്കാമല്ലോ. അത് വേണ്ടടാ, കാരണം ചേട്ടന്റെ കല്യാണമാണെന്ന് നിനക്കറിയാലോ. അത് നടക്കാതിരിക്കാനുള്ള വഴിയാ അവൻ നോക്കുന്നത്. ഇത് പുറത്തറിഞ്ഞ 2 ഫാമിലിക്കും വലിയ ഇഷ്യൂ ആവും. അതുകൊണ്ടാ തന്റെ ഹെൽപ്പ് ഞാൻ ചോദിക്കുന്നത്. എടാ, അവന്റെ മൂവ്മെന്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അവന് എന്തൊക്കെയോ സ്വാധീനങ്ങളുണ്ട്. അന്വേഷണം വഴിതിരിച്ചു വിടാൻ പറ്റുമോ അവന്? എല്ലാ തെളിവുകളും കൂടി നമുക്ക് അവനെ അങ്ങ് പൂട്ടണം. ഒഫീഷ്യൽ അല്ലാതെ ഞാനൊന്ന് അന്വേഷിക്കാം. ഡിപ്പാർട്ട്മെന്റിലെ സുഹൃത്തുക്കളോട് ഹെൽപ്പും ചോദിക്കാം. എടാ, അച്ഛന്റെയും എന്റെയും ആക്സിഡന്റ് പിന്നിലും അവനാ. ഈ കല്യാണം മുടക്കാനായിരുന്നെങ്കിൽ അവൻ അരവിന്ദ് ഏട്ടനെ ടാർഗറ്റ് ചെയ്തേ. ഇടിച്ചിട്ട വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റേഷനിൽ ഞാനത് ക്രോസ് ചെക്ക് ചെയ്താ. ഞാൻ ഫോണിലൊരു സഞ്ജനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എടാ, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ. ഞാൻ എറണാകുളത്ത് പോയി വരുന്ന വഴിക്ക് ട്രെയിനിൽ എന്റെ ഓപ്പോസിറ്റ് ഒരാളിരിപ്പുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങി അവള് നേരെ ചെന്ന് കയറിയത് ബാബുക്കുട്ടന്റെ വണ്ടിയില ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൾ എന്റെ വീട്ടിൽ വന്നത് അച്ഛനെ കാണാൻ. അത് മേക്കപ്പ് ആർട്ടിസ്റ്റായി. അപ്പോ അവര് തമ്മിൽ സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതാണ്. അപ്പൊ ബാബുക്കുട്ടൻ എന്തോ തീരുമാനിച്ചുറച്ചാ. നമുക്ക് ബാബുക്കുട്ടനെയും ഈ പറഞ്ഞ സഞ്ജനയും ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം, ഒരു ഷാഡ പോലെ. സൈബർ സെല്ല് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കാം. താങ്ക്സ്. നിന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. നീ ടെൻഷനൊന്നും അടിക്കണ്ട. ബാബുക്കുട്ടനും സഞ്ജനയും ഇനി എന്റെ സർക്കിളിലായിരിക്കും. നീ സമാധാനട്ടിരിടാ. എന്നാലും ഈ ബാബുക്കുട്ടൻ എന്തിനാ ഈ കല്യാണം മുടക്കാൻ നടക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി അവൻ അവളെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അത് നടക്കില്ലടാ. ഞാൻ വിളിച്ചോളാം. ശരി ശരി. അല്ല, നീ എങ്ങോട്ടാ? വീട്ടിലേക്കാ. അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോണം. ശരി എന്നാ, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ, ബൈ.